എന്റെ പേര് നിതിൻ, ഞാൻ വൈദ്യുതി വരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോ ഫെയിലായി. ഫെയിലാവാൻ കാരണം എന്താ? ആ മറ്റേ ടൈപ്പ് ഫെയിലുള്ളതുകൊണ്ട് ക്യാപ്ചർ അതിന് സമയമില്ല. അതിന് സമയം ഇനിയിപ്പോ എന്നാ എഴുതാൻ പറ്റാ? അറിയാം. ക്യാപ്ചയുടെ സംഭവം ഉള്ളതുകൊണ്ട് തന്നെ ഞാനും ഫെയിലായെന്ന് എനിക്ക് വിചാരിക്കണം. കാരണം എന്താ വെച്ചാൽ ക്യാപ്ചയ്ക്ക് കുറെ ടൈമൊക്കെ ഉണ്ട്. നമ്മൾ അത് അടിക്കുമ്പോൾ തന്നെ അത്രയും ടൈം കൊണ്ട് ഏകദേശം ഒരു 20 സെക്കൻഡ് നമുക്ക് അത് സെലക്ട് ചെയ്യാനുള്ള സമയം കിട്ടുള്ളൂ. ബാക്കി 40 സെക്കൻഡ് ഉണ്ടെന്ന് തോന്നണേ. അത്ര ഒരു ക്വസ്റ്റിന് 40 സെക്കൻഡ് ഉണ്ടെന്ന് തോന്നണേ. ആ സമയത്ത് അതിൽ 20 സെക്കൻഡും ഈ ക്യാപ്ചർ തന്നെയാണ് പോണത്. ഞാൻ ഒരു വട്ടം ചെയ്തിട്ട് ക്യാപ്ചർ തെറ്റി. 2 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ സാറിന്റെ അടുത്ത് വീണ്ടും ചെല്ലണം. അത് കഴിഞ്ഞിട്ട് 2 വട്ടം ചെയ്തിട്ടും തെറ്റിയിട്ട് വീണ്ടും വന്ന് ചെയ്തപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. ക്യാപ്ച അടക്കം വരുന്ന അശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന TC-യുടെയും അതുപോലെ തന്നെ ഈ വകുപ്പിൻ്റെയും ധാർഷ്ട്യത്തിനെതിരായിട്ടാണ് CITU ഈ സമരപോരാട്ടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ സമരപോരാട്ടം വിജയിപ്പിക്കാൻ ഈ നാട്ടിനകത്തുള്ള മുഴുവൻ ആളുകളുടെയും പിന്തുണ CITU ആവശ്യപ്പെടുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നമ്മുടെ ചാലക്കുടി RTO ഓഫീസിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. നമ്മൾ പരിഷ്കരിച്ച ഓരോ പദ്ധതികൾ അത് ഉപകാരപ്പെടുന്ന തരത്തിലേക്ക് എത്തുമ്പോഴാണ് ആ പരിഷ്കരിച്ചതുകൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാവുള്ളൂ. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിക്കപ്പെട്ട് കഴിഞ്ഞു. കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. റിട്ടേൺ ടെസ്റ്റിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ അത് കുട്ടികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ശ്രദ്ധയപ്പെടുന്നത്. അതിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ വലിയ പ്രതിഷേധമായിട്ട് നിൽക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിട്ടേൺ ടെസ്റ്റിൽ ഒരു 3 ക്വസ്റ്റ്യൻ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വരുന്നത് ഒരു ക്യാപ്ച വരും. ക്യാപ്ച എന്ന് നമുക്ക് മനസ്സിലായി, റോബോട്ടല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇത് വരും. ഇതിന് തന്നെ ഒരു 10-20-25 സെക്കൻഡ് ഇതിന് പോകും. ഇത് നോക്കി കണ്ട് അടിക്കണല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സമയം കിട്ടാതെ വരുന്നു, കുട്ടി പരാജയപ്പെടുന്നു. അങ്ങനെ നിരവധി പേരാണ്. ഇപ്പോൾ ഞാൻ അവിടെ നിൽക്കുമ്പോൾ തന്നെ 3 പേര് പരാജയപ്പെട്ട് പോകുന്നു. എഴുതുന്നതിൽ ഏകദേശം ഒരു 80-90% പേരും പരാജയപ്പെടണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ തന്നെ വലിയ പ്രശ്നം, റിട്ടേൺ ടെസ്റ്റിൽ വലിയ അപാകതകളുണ്ട്. അത് പരിഹരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത്രയധികം കുട്ടികൾ ഈ ടെസ്റ്റിൽ തന്നെ റിട്ടേൺ ടെസ്റ്റിൽ തന്നെ പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ CITU തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ RTOനെ കാണാൻ വേണ്ടി വന്നേക്കാണ്. ഈ വിഷയത്തിൽ തീർച്ചയായിട്ടും സത്യപരമായ ഒരു ഇടപെടലാണ് ആവശ്യം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം മോഡലായിട്ട് എക്സാം എടുക്കുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ക്യാപ്ച വരണില്ല. അപ്പൊ ക്യാപ്ചയ്ക്കകത്ത് വരാൻ നേരത്തെ നമുക്ക് 40 സെക്കൻഡ്സ് ആണ് കിട്ടുന്നത്. അതിനകത്തൊരു 10-15 സെക്കൻഡ്സ് തന്നെ നമുക്ക് ക്യാപ്ചയ്ക്കായിട്ട് പോകും. പിന്നെ വായിച്ച് കഴിഞ്ഞിട്ട് എഴുതാനുള്ളതിനെ നമുക്ക് മാർക്ക് ചെയ്യാനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. കുറെ പേർക്ക് ടൈം ഔട്ട് ആയി പോകുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടൈം ഔട്ട് ആയി പോയിട്ട് വീണ്ടും ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യം വരുന്നു. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ടെസ്റ്റിനകത്ത് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ വരാൻ നേരത്ത് 40 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. നമുക്ക് 40 ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ ക്യാപ്ച വരുന്ന സമയത്ത് ടൈം ഔട്ട് ആയി പോവുകയും ചെയ്യും. നമുക്ക് അത്രയും മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണില്ല. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ ഇടവിട്ടാണ് ക്യാപ്ച കയറി വരുന്നത്. അത് എല്ലാത്തിനും ഇല്ല, 2 ക്വസ്റ്റ്യൻ ഇടവിട്ട് ക്യാപ്ച കയറി വരും. അപ്പം വായിക്കാൻ ഇപ്പം നമുക്കൊരു സയൻസ് ആയിട്ട് വരുന്നതാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കാരണം സയൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മാർക്ക് ചെയ്ത് അത് പോവാം. പക്ഷെ നമുക്ക് ഇത്തിരി വായിച്ച് കഴിഞ്ഞിട്ട് എഴുതേണ്ടതിനാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ അതിന് നമുക്ക് ടൈം കിട്ടില്ല. ഇപ്പം 4 ആൻസറാണ് വന്നേക്കണം. നമ്മുടെ കമ്പ്യൂട്ടറിന്റെ സ്ഥിതി അനുസരിച്ച് 4 ആൻസർ വരുമ്പോൾ ഒരു ആൻസർ പുറത്തേക്ക് പോകണം. സാധാരണ കേന്ദ്ര സർക്കാരിന്റെ റൂൾ 11 അനുസരിച്ച് ലേണിംഗ് ടെസ്റ്റുകൾക്ക് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളെയൊക്കെ മറികടന്നുകൊണ്ടാണ് സംസ്ഥാനത്ത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ അടക്കം മന്ത്രി അടക്കം ഉള്ളവർ ഇടപെട്ടുകൊണ്ടാണ് പുതിയ രീതിയിലുള്ള ലേണിംഗ് ടെസ്റ്റ് സമ്പ്രദായം കൊണ്ടുവന്നത്. ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ക്യാപ്ഷൻ വരും. ആ ക്യാപ്ഷൻ അടിച്ചു കൊടുത്താൽ മാത്രമേ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അതിന് സമയം തരുന്നത് 30 സെക്കൻഡാണ്. ആ 30 സെക്കൻഡിനുള്ളിൽ ലേണിംഗ് നടത്തിയാൽ മാത്രമേ 30 ക്വസ്റ്റ്യൻ 30 സെക്കൻഡ് പാസ്സാവും. അപ്പോൾ 18 മാർക്ക് കിട്ടണം. അത് വിരോധമില്ല. ഈ ക്യാപ്ഷൻ എന്നുള്ള സമ്പ്രദായം എടുത്തു കളയണം. അതേപോലെ തന്നെയാണ് ലേണിങ്ങിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ തരുന്ന 30 പേർക്കാണ് ലേണേഴ്സ് തരുന്നത്. അതിൽ കൂടണം. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഡേറ്റ് എടുക്കുന്നവർക്ക് ഈ മാസം ലേണിംഗ് ലൈസൻസിന് ഡേറ്റ് കിട്ടണില്ല. അടുത്ത മാസത്തേക്കൊക്കെയാണ് ലേണേഴ്സ് കിട്ടുന്നത്. ചാലക്കുടിയെ സംബന്ധിച്ച് ലേണിങ്ങിൻ്റെ കമ്പ്യൂട്ടറുകളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ അപര്യാപ്തതയാണ്. പല സ്ഥലത്തുമുള്ള കീബോർഡുകൾ അടക്കം വർക്ക് ചെയ്യുന്നില്ല കേരളത്തിൽ അങ്ങോളമുള്ള. അപ്പോൾ അതും പരിഹരിക്കപ്പെടണം. ഡ്രൈവിംഗ് ടെസ്റ്റ് എണ്ണം ഇപ്പോൾ ഒരുവിധം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ടെസ്റ്റുകളൊക്കെ ഒരു 3 ടെസ്റ്റായിട്ട് ഒരു ദിവസം 3 ടെസ്റ്റ് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. അപ്പോഴാണ് ഈ പെൻഡിങ്ങുകൾ തീർന്നു പോകും. ഈ പ്രതിഷേധം ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കെതിരെ അല്ല. അതായത് നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷനും മന്ത്രിയും അടക്കമുള്ളവർക്ക് ഇതിൽ വ്യക്തത ഉണ്ടാവണം. നമ്മൾ 2 ദിവസം മുമ്പാണ് കൊട്ടാരക്കര വെച്ച് മന്ത്രി പങ്കെടുത്ത ഒരു യോഗത്തിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ചു. ആ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പരാതി മന്ത്രി സ്വീകരിച്ചു. അനുഭാവപൂർവ്വം പരിഹരിക്കാമെന്നാണ് പറഞ്ഞിട്ട് 3-4 ദിവസമായി. ഇപ്പോഴും നിലവിൽ അത് തന്നെയാണ് തുടർന്നത്. ഇന്നിപ്പോൾ അതിന് മാറ്റം ഉണ്ടാവും എന്ന് കരുതിയാണ് ഞങ്ങൾ RTO ഓഫീസ് സന്ദർശിച്ചത്. RTO ഓഫീസ് സന്ദർശിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായത് പഴയതുപോലെ തന്നെയാണ്. 80% തോൽവി. 80-90% തോൽവി, പാസ്സല്ല. അത് മനസ്സിലാക്കണം. ലേണേഴ്സിൻ്റെ ഡേറ്റ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ തോക്കുന്ന കുട്ടികൾക്ക് ലേണിംഗ് ഡേറ്റ് എടുക്കാൻ വരുമ്പോൾ ആ ഡേറ്റ് എടുത്ത് കഴിയുമ്പോൾ പുതിയ ലേണേഴ്സിന് കിട്ടുന്നില്ല.
നമ്മുടെ കേരളത്തിൽ മാത്രമാണിത്. കേരളം വിട്ട് പുറത്തേക്ക് പോകുന്നവർ പുറത്തു പോയി ലൈസൻസ് എടുക്കാൻ വളരെ എളുപ്പമാണ്. ഇത്തരമുള്ള കടമ്പകളൊന്നും തന്നെ ഇല്ല. അത് ഇതായിട്ടാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാരണം, പുറത്തു പോകുന്ന ആൾ, വിദേശത്ത് പോകുന്ന കുട്ടികൾ, ഇവരൊക്കെ ലേണിംഗ് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാലേ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഡേറ്റ് കിട്ടും. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ലേണിംഗ് പാസ്സാവണം. ലേണിംഗ് പാസ്സാവണമെങ്കിൽ 3-4 പ്രാവശ്യം ഇപ്പോൾ ലേണിംഗ് എഴുതിയിട്ട് പാസ്സാവാത്ത വിദ്യാർത്ഥികൾ അധികം പേരുണ്ട്. അതേപോലെ നമുക്ക് പറയാനുള്ളത്, കേരളത്തിലെ KSRTCയുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ, അവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് വേണ്ട, ലേണിംഗ് യഥേഷ്ടം ചെയ്യാം. ഈ ഒരു അവസ്ഥയുണ്ട്. അവരെയും ഞങ്ങളെ ഡ്രൈവിംഗ് സ്കൂളുകാരെയും ഒരേപോലെ ആയി കാണണം. ബഹുമാനപ്പെട്ട മന്ത്രി ഇടയ്ക്കൊരു പ്രസ്താവന നടത്തി, പാട്ട വണ്ടികളാണ് കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ. എവിടെയെങ്കിലും നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമോ? ഇന്ന് കേരളത്തിൽ ഏറ്റവും പുതിയ രീതിയിലുള്ള വാഹനങ്ങളാണ് അധികവും, 90%. ആ വാഹനങ്ങൾ വെച്ചാണ് നമ്മൾ പഠിപ്പിക്കുന്നത്.